നമസ്കാരം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കരുതലുമായി കോതമംഗലം, പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പുതിയ അംഗങ്ങൾ. ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ 65ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് ശ്രദ്ധേയമായി. പഞ്ചായത്തിലെ 14-ൽ 13 സീറ്റും നേടി ചരിത്ര വിജയം നേടിയ UDF തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആരവങ്ങളൊടുങ്ങിയ ഉടൻ തന്നെ 8ാം വാർഡിൽ നിന്ന് വിജയിച്ച ഏക LDF അംഗത്തെയും കൂട്ടി വെള്ളാരമറ്റത്തെ ഭിന്നശേഷി വിദ്യാലയത്തിൽ ഒത്തുചേരുകയായിരുന്നു. 2002-ൽ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബഡ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ്. പല്ലാരിമംഗലത്തെയും സമീപ പഞ്ചായത്തുകളിലെയും വിവിധ പ്രായത്തിലുള്ള 65 ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെയുള്ളത്. കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തും തിരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിട്ട കാഴ്ച ഹൃദ്യമായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്രാവശ്യം 14ാം വാർഡിൽ നിന്ന് വിജയിക്കുകയും ചെയ്ത PK മൊയ്തുവും 6ാം വാർഡിൽ നിന്ന് വിജയിച്ച നീനു മൈദീനും ചേർന്നാണ് കേക്ക് മുറിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വിജയികളായ രാജേഷ് കുഞ്ഞുമോൻ, PM സിദ്ദീഖ്, ഗ്രാമപഞ്ചായത്ത് വിജയികളായ നെജി ജബ്ബാർ, ജമീല അലി, ഫാത്തിമ മാജിദ, ജാസ്മി ഷാനവാസ്, KA അൻസാരി, നീനു മൈദീൻ, അനിൽ കുമാർ, ഹക്കീം ഖാൻ, KA മുഹമ്മദ് കുഞ്ഞ്, MP ഷൗക്കത്ത്, മുഹമ്മദ് നെടുങ്ങാട്ട്, മുഹ്സിന ഷിഹാബ്, നിസാമോൾ ഇസ്മയിൽ, മുസ്ലിം ലീഗ് ഭാരവാഹികളായ PP മുഹമ്മദ് MA, മീരാൻ, സയ്യിദ് മുഹമ്മദ് പറമ്പിൽ, ഷുക്കൂർ മുല്ലശ്ശേരി, പ്രധാന അധ്യാപിക ശ്രീകല റിജി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കർമ്മഭൂമി തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ആയിരിക്കും എന്ന സന്ദേശം നൽകുകയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം. രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ മറ്റ് പ്രാദേശികതയുടെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരെയും ഞങ്ങളുടെ പരിഗണന അനിവാര്യമായ മുഴുവൻ ആളുകളെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോകാനാണ് വരുന്ന 5 വർഷക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ 2002 ഡിസംബറിൽ ഒരു ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് 2025 ഡിസംബറിൽ ഒരു ക്രിസ്മസിൻ്റെ ഒരു തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും മത, സാമൂഹിക, സാംസ്കാരിക വ്യത്യാസമില്ലാതെ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്ന ഒരു സന്ദേശമാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെല്ലാവരും അത്തരത്തിൽ മുന്നോട്ട് പോകും.